10 അധികം മേടിച്ചു വെക്കാൻ പറഞ്ഞ കേൾക്കത്തില്ല. സമയമാകുമ്പോ കിടന്നങ്ങ് തപ്പും പറക്കുക. എടി കിട്ടിയോ? കിട്ടിന്ന് പറയുമല്ലോ. എന്തുവാ രാവിലെ തന്നെ രണ്ടാളും കൂടെ വഴക്കാണോ? ലീലയോ? വാ കേറി വാ. എടി ലീല, ഇതിവിടെ പതിവുള്ളതാ മോളെ. എന്നും ഇൻസുലിൻ എടുക്കുന്ന സമയത്ത് ഒരു തപ്പും പറക്കും. എന്തുവാ തപ്പുന്നത്? സിറിഞ്ച്. ഇന്നലെ ഇത് എടുത്തേച്ച് ഇവിടെ എവിടോ വെച്ച് ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ മരുന്നുണ്ട്, സിറിഞ്ചില്ല. ലീലയോ? സിറിഞ്ച് കിട്ടിയോ? ഇല്ല മോളെ, ഇന്നലെ ഇത് ഞാൻ എടുത്തിട്ട് എവിടോ കൊണ്ടുപോയി വെച്ച്. അതുകൊണ്ട് എന്താ, ഇന്ന് രാവിലെ ഞങ്ങൾ ഇതുവരെ ഇൻസുലിൻ എടുത്തില്ല. അയ്യോ, അപ്പൊ രണ്ടാളും ഇതുവരെയ്ക്കും ആഹാരമൊന്നും കഴിച്ചില്ലേ? ആഹാരം കഴിച്ച്. അജയൻ രാവിലെ കുറച്ച് വയൽക്കപ്പ് കൊണ്ടുവന്നു, കുറച്ച് ഉണക്കമീനും ചുട്ട് കാട്ടാരി ചമ്മന്തി അരച്ച് ഞങ്ങൾ രാവിലെ തന്നെ കഴിച്ചു. മധുരമിട്ട് 2 കട്ടൻ കാപ്പി കുടിച്ചു. അതാണല്ലോ കോമ്പിനേഷൻ. പിന്നെ ഇൻസുലിൻ എടുക്കണ്ടായോ? രാവിലെ തൊട്ട് ഞാൻ ഇതിങ്ങനെ കുലുക്കി 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 ഇവിടെ ഇരിക്കുക. അയ്യോ, ഇത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അയ്യോ മോളെ, ഞങ്ങൾ ഇത് എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുന്നതാ. ഇന്നിപ്പം വയൽക്കപ്പയുടെ മണം വന്നപ്പോ ഞങ്ങൾക്കൊരു കൊതി. അതുകൊണ്ട് ഇൻസുലിൻ എടുക്കാതെ ഇത്തിരി കപ്പ അങ്ങ് തിന്ന്. അതെ, തെറ്റിപ്പോയിരിക്കാതെ ഞങ്ങൾ ഒരേ സിറിഞ്ചാ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സൂചി വെച്ചൊരു 7-8 ഇഞ്ചക്ഷൻ അങ്ങ് എടുക്കും, അല്ലെങ്കിൽ മുതലാവത്തില്ല. പിന്നെ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഡോക്ടർ പറയുമ്പോ ഞങ്ങൾ അനുസരിക്കാതിരിക്കുന്ന എങ്ങനെയാ? ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിലേ ഇതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടാൻ പോണില്ല. സത്യം. ഇന്നലെ ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തപ്പം ഇവക്ക് ഷുഗർ 240, എനിക്ക് 260. ഞങ്ങളുടെ രണ്ടിനെ തൊടയൊന്ന് പിടിച്ചു നോക്കണം മൂട്. കുത്തി 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 കാണ്ടാമൃഗത്തിന്റെ തോല് പോലെ അയക്കുക. എന്റെ പൊന്നേ, ഇങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ രണ്ടാളും കൂടെ കാണിച്ചു കൂട്ടുന്നതേ ശുദ്ധ മണ്ടത്തരമാണ്. ഇൻസുലിൻ എടുക്കുന്നതിന് കൃത്യമായ രീതികളുണ്ട്. അതിപ്പം ഗുളികയായിട്ടാണേലും മരുന്നായിട്ടാണേലും എല്ലാം ശരീരത്തിലോട്ടല്ലേ ചെല്ലുന്നേ? അങ്ങനെയൊന്നും അല്ല. കൃത്യമായി ഈ മരുന്ന് എടുത്തില്ല എങ്കിലേ ഇതുകൊണ്ടുള്ള പ്രയോജനം കിട്ടില്ല. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നതേ ഒന്ന് കേട്ടു നോക്ക്. പ്രമേഹ ചികിത്സയിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഇൻസുലിൻ കൊണ്ടുള്ള തെറാപ്പി അഥവാ ഇൻസുലിൻ ചികിത്സ. ഇൻസുലിൻ എങ്ങനെ കൃത്യമായി സംഭരിക്കാം, കൃത്യമായ അളവിൽ എങ്ങനെ ഉപയോഗിക്കാം, ഇൻസുലിൻ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ഫാർമസിയിൽ നിന്ന് ഇൻസുലിൻ ലഭിച്ചാൽ കുറേ സമയം അതുമായി പലയിടങ്ങളിലേക്ക് കറങ്ങിത്തിരിഞ്ഞ് വൈകി വീട്ടിലേക്ക് എത്തുന്നതും കൃത്യമായ രീതിയിൽ അത് സംഭരണത്തിന് വിധേയമാക്കാതിരിക്കുന്നതും ഇൻസുലിൻ്റെ പൊട്ടൻസി അഥവാ ശേഷിയെ ബാധിക്കാം. ഇതെങ്ങനെ കൃത്യമായി സംഭരിക്കാം എന്നുള്ളതാണ് ആദ്യമായി പറയുന്നത്. ഇൻസുലിൻ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ താപനില ക്രമീകരിക്കുന്നതിനേക്കായി വീട്ടിൽ നിന്ന് ഇൻസുലിൻ വാങ്ങാൻ എത്തുമ്പോൾ തന്നെ ഒരു ഫ്ലാസ്കിലോ പാത്രത്തിലോ കുറച്ച് ഐസ് ക്യൂബുകളുമായി എത്തുന്നത് വളരെ അഭികാമ്യമാണ്. ഐസ് ക്യൂബുകൾ ഇട്ട ഈ ഫ്ലാസ്കിലേക്ക് ഫാർമസിയിൽ നിന്ന് കിട്ടുന്ന ഇൻസുലിൻ സംഭരിച്ച് ഉടനെ തന്നെ പരമാവധി 30 മിനിറ്റിനുള്ളിൽ തന്നെ വീടുകളിലേക്ക് എത്തിക്കുന്ന ഇൻസുലിൻ ഫ്രിഡ്ജിന്റെ ഡോറിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് ഇൻസുലിന്റെ ശേഷി അഥവാ പൊട്ടൻസിയെ നഷ്ടപ്പെടുത്തും. ഇൻസുലിൻ കുത്തിവയ്പ് എടുക്കുന്നതിന് മുന്നേ ബോട്ടിലുള്ള ഇൻസുലിന് നിറവ്യത്യാസമോ കണികകളോ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ ഡോറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇൻസുലിൻ സിറിഞ്ചിലേക്ക് എടുത്ത ശേഷം കൃത്യമായി ഉടൻ തന്നെ ഫ്രിഡ്ജിന്റെ ഡോറിൽ തിരികെ വെക്കേണ്ടുന്നത് അതിന്റെ പൊട്ടൻസി കാത്തു സൂക്ഷിക്കുന്നതിന് അനിവാര്യമായ ഒരു കാര്യമാണ്. കറക്റ്റ് ഡോസിലുള്ള ഇൻസുലിൻ സിറിഞ്ചിലേക്ക് ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഇൻസുലിന്റെ വയൽ കൈപ്പത്തികൾക്കുള്ളിൽ വെച്ച് 10 സെക്കൻഡ് സമയമെങ്കിലും ഉരുട്ടുക എന്നുള്ളത് ഇൻസുലിൻ മിശ്രിതം കറക്റ്റ് കോൺസെൻട്രേഷനിൽ മിക്സ് ചെയ്യുന്നതിന് സഹായിക്കും. ഇൻസുലിൻ കൈകളിൽ വെച്ച് ശക്തമായി കുലുക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കുലുക്കുന്നത് ഇൻസുലിൻ പതയുവാനും ഇൻസുലിൻ സിറിഞ്ചിലേക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് വായുകുമിളകൾ ഇൻസുലിൻ സിറിഞ്ചിലേക്ക് കടന്നു വരുന്നതിനും കാരണമാകും. വായുകുമിളകളുമായി ചേർന്നു വരുന്ന മിശ്രിതം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള അളവിലാണ് നമ്മൾ കുത്തിവെക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അഥവാ വായുകുമിളകൾ സിറിഞ്ചിനുള്ളിലേക്ക് കടന്നാലും ഇൻസുലിൻ കുത്തിവയ്പ് എടുക്കുന്നതിന് മുന്നേ വായുകുമിളകൾ ഒന്നും സിറിഞ്ചിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇൻസുലിൻ കുത്തിവയ്പ് എടുക്കുന്നതിന് മുന്നേ സൂചി കൈകാര്യം ചെയ്യുന്ന വ്യക്തി കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കി എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടുന്നത് അനിവാര്യമാണ്. ഒരു സൂചി ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഇൻസുലിൻ കൃത്യമായ അളവിൽ ശരീരത്തിലേക്ക് എത്തുന്നതിന് ഏറ്റവും അനുയോജ്യം. ഇൻസുലിൻ കുത്തിവയ്പ് എടുക്കുന്നതിന് മുന്നേ ഇൻസുലിന്റെ കാലാവധി പരിശോധിക്കുക. ഇൻസുലിൻ കുത്തിവയ്പ്പുകൾ ഒരേ സ്ഥാനത്ത് എടുക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ സ്ഥിരമായി ഒരേ സ്ഥാനത്ത് എടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് കല്ലിപ്പുണ്ടാകുവാനും
ടിഷ്യൂവിലേക്ക് വേണ്ടുന്നത്ര അളവിൽ ഇൻസുലിൻ ആഗിരണം ചെയ്യുന്നതിന് തടസ്സമാവുകയും ചെയ്യും. ഇൻസുലിൻ കുത്തിവയ്പ് എടുത്ത ശേഷം വളരെ വേഗം സിറിഞ്ച് ആ ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യുന്ന പ്രവണത എല്ലാവരിലും കണ്ടുവരുന്ന ഒന്നാണ്. എന്നാൽ ഇൻസുലിൻ കുത്തിവയ്പ് എടുത്ത ശേഷം സാവധാനം കുറഞ്ഞത് 10 സെക്കൻഡെങ്കിലും സൂചി ഇൻസുലിൻ കുത്തിവയ്പ് എടുത്ത സ്ഥാനത്ത് തന്നെ വെച്ചിരിക്കുന്നത് ഇൻസുലിൻ ഡോസ് കറക്റ്റ് രീതിയിൽ കിട്ടുന്നതിന് അഭികാമ്യമാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസുലിൻ സിറിഞ്ചുകൾ ആരുമായും പങ്കിടാതിരിക്കുക. ഒരേ സൂചി ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കുന്ന പ്രവണതയാണ് നമ്മളിൽ എല്ലാവരിലും കണ്ടുവരുന്നത്. എന്നിരുന്നാൽ ഒരു ഇൻസുലിൻ സൂചി ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കുന്ന ശീലം വളർത്തിക്കൊണ്ടുവരിക. ഇത് കൃത്യമായ അളവിൽ ഇൻസുലിൻ ശരീരത്തിലേക്ക് എത്തുന്നതിന് ഏറ്റവും അനിവാര്യം. ഉപയോഗിച്ച ഇൻസുലിൻ സൂചികൾ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കുക. ഓ, ഇതിനൊക്കെ ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നല്ലേ. ജീവിതശൈലി രോഗങ്ങളല്ലേ ഏട്ടാ, അപ്പോൾ ശൈലി നമ്മൾ തന്നെ മാറ്റണ്ടേ?